അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദ് നാം പൂർത്തീകരിക്കുകയും റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് പുതിയ ഒരു സൂറത്തിലേക്ക് നാം പ്രവേശിക്കുകയുമാണ്. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ഹദീദിന് ശേഷം പരിശുദ്ധ ഖുർആനിൽ തർത്തീബ് അനുസരിച്ച് കാണപ്പെടുന്ന 58-ാമത്തെ അധ്യായം സൂറത്തു അൽ മുജാദലയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. സൂറത്തു അൽ മുജാദല അല്ലെങ്കിൽ സൂറത്തു അൽ മുജാദില, ദാലിന് കസ്ർ നൽകിക്കൊണ്ട് മുജാദില, ഈ ഇസ്മ മഷ്ഹൂറാണ്. അതേപോലെ തന്നെ ദാലിന് ഫത്ഹ് നൽകിക്കൊണ്ട് അൽ മുജാദല, സൂറത്തു അൽ മുജാദല. അതേപോലെ തന്നെ 28-ാമത്തെ ജുസ് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി, ഈ സൂറത്തിന് സൂറത്തു ഖദ് സമിഅ എന്നും ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് പേര് കാണാൻ സാധിക്കും. സൂറത്തു ഖദ് സമിഅ. സൂറത്തു അൽ-ളിഹാർ, സൂറത്തു അൽ-ളിഹാർ എന്നും ഈ അധ്യായത്തിന് പേര് വിളിച്ചിരിക്കുന്നു ചില പണ്ഡിതന്മാർ. പറയപ്പെടുന്നത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ഹഫിൽ ഈ സൂറത്തിന് സൂറത്തുൽ ളിഹാർ എന്നു പേര് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ 4 പേരുകൾ സൂറത്തു അൽ മുജാദല, സൂറത്തു അൽ മുജാദില, സൂറത്തു ഖദ് സമിഅ, സൂറത്തു അൽ ളിഹാർ, അതിൽ മഷ്ഹൂറായിട്ടുള്ളത്, ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് സൂറത്തു അൽ മുജാദില അല്ലെങ്കിൽ സൂറത്തു അൽ മുജാദല, ഈ പേരാണ്. ഈ സൂറത്ത് മദനീയത്താണ്, അഥവാ മദനി സൂറത്താണ്. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. ഇതിലുള്ള ആയത്തുകൾ 22 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അപ്പോൾ 22 ആയത്തുകളുള്ള മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണ് സൂറത്തു അൽ മുജാദില ഔ അൽ മുജാദല. ഈ അധ്യായത്തിന് ഈ പേര് ലഭിക്കാനുള്ള കാരണം, മുജാദല എന്ന് പറഞ്ഞാൽ തർക്കം എന്നാണ്, മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ, മുജാദില തർക്കിക്കുന്നവൾ, മുജാദല എന്ന് പറഞ്ഞാൽ തർക്കം. ഈ അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ആവശ്യം ആവർത്തിക്കുക, യഥാർത്ഥത്തിൽ ജാദല എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറയുക, ഒരാൾ പറയുന്നതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇതിനാണ് യഥാർത്ഥത്തിൽ മുജാദല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ അത്തരത്തിലുള്ള ഒരു ജിദാലിനെക്കുറിച്ചുള്ള പരാമർശം കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അൽ മുജാദല എന്ന പേര് ലഭിക്കാനുള്ള കാരണം.
ഈ അദ്ധ്യായം അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലവും ഈ ഒരു മുജാദലയായിരുന്നു, ഈ ഒരു തർക്കമായിരുന്നു. എന്താണോ സംഭവം? തഫ്സീറുകളിലും ഹദീസിൻ്റെ കിതാബുകളിലും ഈ വിഷയം വളരെ സ്വഹീഹായ സനദോടുകൂടി വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ സംഭവത്തിൻ്റെ അസ്ല്, ഇതിൻ്റെ ബേസ് കാണാൻ സാധിക്കും. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ഖുവൈല ബിൻത് മാലിക് ഇബ്നു സഅലബ ഖാലത്ത്. ഇവിടെ ഖുവൈല എന്ന പേരാണ് കാണാൻ സാധിക്കുന്നത്. ഖാലത്ത്, ആ സ്ത്രീ പറയുകയാണ്, ളാഹറ മിന്നി സൗജി, എൻ്റെ ഭർത്താവ് എന്നെ ളിഹാർ ചെയ്തു. എന്താണ് ളിഹാർ എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ളിഹാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആ സ്ത്രീയോട് തൻ്റെ ഭർത്താവ് പറയലാണ്, അൻതി അലയ്യ കലഹരി ഉമ്മി, അൻതി അലയ്യ കലഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞാൽ നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണ്. ത്വലാഖിൻ്റെ മറ്റൊരു പ്രയോഗമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ ഇത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലുന്നു എന്ന് പറയുന്നതിനു പകരം അവളുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നതിന് പറഞ്ഞിരുന്ന വാക്കായിരുന്നു അൻതി അലയ്യ കലഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്, എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറയുമായിരുന്നു. മാത്രമല്ല ചില ഫുഖഹാക്കൾ പറഞ്ഞത്, ത്വലാഖ് ചൊല്ലിയാൽ തിരിച്ചെടുക്കാം, പക്ഷേ ഈ വേർഡ് ഉപയോഗിച്ചാൽ പിന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. കാരണം ഉമ്മയെ നിക്കാഹ് ചെയ്യുന്നൊരവസ്ഥ ഇല്ലല്ലോ, ഉമ്മയെ നിക്കാഹ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ല. അതുകൊണ്ട് നീ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അബദൽ ആബാദ്, പിന്നെ ഒരിക്കലും അവിടെ ഒരു വിവാഹത്തിൻ്റെ, ഒരു പുനർവിവാഹത്തിൻ്റെ പ്രശ്നം തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഗൗരവമുള്ളൊരു വിഷയമായും ത്വലാഖായും ജാഹിലിയ കാലഘട്ടത്തിൽ അത് പരിഗണിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. ആ സ്ത്രീ പറയുകയാണ്, ളാഹറ മിന്നി സൗജി ഔസ് ബിനു സ്വാമിത്ത്, എൻ്റെ ഭർത്താവായ ഔസ് ബിനു സ്വാമിത്ത് എന്നെ ളിഹാർ ചെയ്തു, അഥവാ എന്നോട് പറഞ്ഞു, നീ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞു. ഫജിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നു. അഷ്കൂ ഇലൈഹി വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുജാദിലുനു ഫീഹി വയഖൂലു ഇത്തഖില്ലാഹ ഫഇന്നഹു ഇബ്നു അമ്മിക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പ്രവാചകനോട് എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞത്, നീ അള്ളാഹുവിനെ ഭയപ്പെടണം, നിൻ്റെ അമ്മാവൻ്റെ മകനാണത്. ഈ സ്ത്രീയുടെ അമ്മാവൻ്റെ മകനുമായിരുന്നു ആര്? ഔസ് ഇബ്നു അസ്വാമിത്ത്. പ്രസിദ്ധ സഹാബിയായ ഉബാദത്ത് ബിനു സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ് ഔസ് ഇബ്നു അസ്വാമിത്ത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള വിചാരിച്ചു, ഈ സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത്തഖില്ല, റബ്ബിനെ ഭയപ്പെടണം. മാത്രമല്ല അതുവരെ നിലനിന്നിരുന്ന നിയമമനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ ആ വ്യക്തി പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീ അദ്ദേഹത്തിന് അനുവദനീയമല്ല, ഹറാമായി കഴിഞ്ഞു, ഇനി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഹറാമായി കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു. അപ്പോൾ സ്ത്രീ വേവലാതി പറയും, അള്ളാഹുവിൻ്റെ റസൂല് ഈ മറുപടി റിപ്പീറ്റ് ചെയ്യും. ആ സ്ത്രീ വീണ്ടും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ആ സ്ത്രീ വീണ്ടും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ അൽ മുജാദല എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വാക്കിൽ തന്നെ സാധാരണ സ്വഹാബികൾ എന്ത് ചെയ്യും? മടങ്ങിപ്പോവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് റദ്ദില്ല. എന്നാൽ ഈ സ്ത്രീ തൻ്റെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ നബിയോട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അൽ മുജാദില, തർക്കിക്കുന്നവൾ എന്നും, അല്ലെങ്കിൽ അൽ മുജാദല, തർക്കം എന്നും ഈ അദ്ധ്യായത്തിന് പേര് ലഭിക്കാനുള്ള കാരണം. മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്,
വല്ലത്തി കാനത്ത് തുജാദിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സൗജിഹ ഇംറഅത്തുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. വഖ്തലഫ അഹ്ലുൽ ഇൽമി ഫീ നസബിഹ വസ്മിഹ, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ ഈ സ്ത്രീയുടെ പേരുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഖൗലത്തു ബിൻതു സഅലബ, ഖൗല ബിൻതു സഅലബ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖാല ബഅദുഹും ഇസ്മുഹ ഖുവൈലത്തു ബിൻതു സഅലബ, ഖൗലയല്ല ഖുവൈലയാണ്. ഈ പറഞ്ഞ അബൂദാവൂദിൻ്റെ സുനനിൽ ഖുവൈല എന്നാണ് കാണുന്നത്. വഖാല ആഖറൂൻ ഹിയ ഖുവൈലത്തു ബിൻതു ഖുവൈലിദിൻ, ഖുവൈലിദ് എന്ന ആളുടെ മകളായ ഖുവൈലത്താണ്. വേറെ ചിലർ പറഞ്ഞു ഖുവൈലത്ത് ബിനു സ്വാമിത്ത്, സ്വാമിത്തിൻ്റെ മകൾ ഖുവൈലയാണ്. വഖാല ആഖറൂൻ ഹിയ ഖുവൈലത്തു ഇബ്നു ദലീജ്, ദലീജിൻ്റെ ഖുവൈലത്തു ഇബ്നത്തു ദലീജ്, ഇബ്നത്തു അദ്ദലീജ്, ഖുവൈലത്തു ഇബ്നത്തു ദലീജ്, ദലീജിൻ്റെ മകൾ ഖുവൈലയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും ശരിയായ പേര് ഒന്നുകിൽ ഖൗല ബിൻതു സഅലബ, അതാണ് കൂടുതൽ വന്നത്. അല്ലെങ്കിൽ ഖൗല ഖുവൈല ഒക്കെ ഒരേ രൂപത്തിൽ പ്രയോഗിക്കപ്പെടുന്നതാണ്. ഖുവൈല ബിൻതു സഅലബ, ഈ രണ്ട് പേരുകളാണ്. അതിൽ ഖൗല ബിൻതു സഅലബ എന്നതാണ് കൂടുതലായി കാണുന്നത്. അപ്പോൾ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു. മാത്രമല്ല ചില റിവായത്തുകളിൽ കാണാം, ഹദീസുകളുടെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സമയദൈർഘ്യം ഭയന്ന് അവയെല്ലാം ഉദ്ധരിക്കുന്നില്ല. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് വാർദ്ധക്യമായി, എൻ്റെ ഭർത്താവിനും വാർദ്ധക്യമായി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് മക്കളെ പ്രസവിച്ചു, അവരൊക്കെ ഞാൻ പോറ്റി വളർത്തി. എൻ്റെ ഒരുപാട് സേവനങ്ങൾ ഞാൻ അദ്ദേഹത്തിന് നൽകി. അങ്ങനെ മക്കളൊക്കെ വലുതായി എന്നെ വിട്ടുപോയി. എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അദ്ദേഹം എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു. എനിക്കാരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല. അപ്പോൾ മക്കളൊക്കെ മുതിർന്ന് അവരൊക്കെ പോയി. എനിക്ക് എല്ലാവരുടെയും ആവശ്യമുള്ള ഈ വാർദ്ധക്യ സമയത്ത് എൻ്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു എന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് അദ്ദേഹം അനുവദനീയമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയിട്ടുള്ള മറുപടി. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, ഹുവ ഔസ് ബിനു സ്വാമിത്ത്, ഈ ഭർത്താവ് ഔസ് ഇബ്നു അസ്സാമിത്ത് റളിയല്ലാഹു അൻഹു ആണ്. വകാന ഔസുൻ ഇമ്രഅൻ ബിഹി ലമമുൻ, അദ്ദേഹത്തിന് ഇടക്ക് ചില മാനസിക പ്രശ്നം, വാർദ്ധക്യത്തിൻ്റെതാവാം, അല്ലാതെ വരുന്നതാകാം. ഒരു ലമം വരാറുണ്ട്, ഒരു ബാധ പോലെ. ദേഷ്യം പിടിക്കും, പെട്ടെന്ന് അമിതമായ ദേഷ്യം പിടിക്കുക. അങ്ങനെ ദേഷ്യം പിടിച്ച ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിനതിൽ ഖേദമുണ്ടാവുകയും അദ്ദേഹം ആ വിഷയം നബിയോട് പറയാൻ അദ്ദേഹത്തിന് മടി തോന്നി. അങ്ങനെ തൻ്റെ ഭാര്യയെ പറഞ്ഞയക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞുപോയി, പക്ഷേ ഞാനതിൽ ഖേദിക്കുന്നു. നീ പ്രവാചകൻ്റെ അടുത്ത് പോയി ഈ വിഷയമൊന്ന് ചോദിച്ചു പഠിച്ചുവാ. അങ്ങനെ ആ നിലക്ക് അദ്ദേഹം പറഞ്ഞയച്ചതാണ് എന്ന് ചില റിവായത്തുകളിൽ കാണാം. അല്ല, ആ സ്ത്രീ സ്വമേധയാ പോയതാണ്. കാരണം ഇദ്ദേഹം ഇങ്ങനെ പറയുകയും അതിനുശേഷം പിന്നീട് അദ്ദേഹം അവരെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി റസൂലുള്ളാൻ്റെ ഒരു തീർപ്പ് വന്നതിന് ശേഷമേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാവൂ എന്ന സ്ത്രീ പറയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിഷയം പറയാൻ വേണ്ടി വരികയും ചെയ്തതാണ് എന്നും റിവായത്തുകളിൽ കാണാം. അപ്പോൾ വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ അമിതമായ ദേഷ്യം പിടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടോ അദ്ദേഹം പറഞ്ഞതാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഔസ് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻ എന്ന സ്വഹാബി തൻ്റെ ഭാര്യയായ ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു തആല അൻഹയെ ലിഹാർ ചെയ്തു. അഥവാ നീ എനിക്കെൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആ വിഷയവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആവലാതി ബോധിപ്പിക്കാൻ വേണ്ടി വന്ന സ്ത്രീയുടെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണ് സൂറത്തു അൽ മുജാദില.
ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് സമിഅ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹു കേട്ടിരിക്കുന്നു. സമിഅ യസ്മഉ സമഅൻ, കേൾക്കുക. ഖദ് സമിഅ അല്ലാഹു, അല്ലാഹു നിശ്ചയമായും കേട്ടിരിക്കുന്നു. എന്ത് കേട്ടിരിക്കുന്നു? ഖൗല, വാക്ക് കേട്ടിരിക്കുന്നു. വാക്ക് കേട്ടിരിക്കുന്നു. ആരുടെ വാക്ക്? അല്ലത്തി, ഒരുവളുടെ, ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിരിക്കുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? തുജാദിലുക, നബിയെ താങ്കളോട് തർക്കിക്കുകയാണ്, മുജാദല നടത്തുകയാണ്. ജാദല യുജാദിലു മുജാദലതൻ. തുജാദിലുക, താങ്കളോട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മദ്മൂമായ ഒരു പ്രവാചകനോടുള്ള ഒരു തർക്കവിതർക്കമല്ല, മറിച്ച് അവരവരുടെ ആവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആരുടെ കാര്യത്തിൽ? ഫീ സൗജിഹ, അവളുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ. നാം നേരത്തെ പറഞ്ഞ ഔസ് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ ഈ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ നബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഈ മറുപടി പറയുന്നു. അപ്പോൾ പിന്നെ ആ സ്ത്രീക്ക് ഇനി എന്തേ ചെയ്യാനുള്ളൂ? വതഷ്തകീ ഇലല്ലാഹ്, അള്ളാഹുവിനോട് പിന്നീട് ആവലാതി പറഞ്ഞു. ആ സ്ത്രീ ആ വീട്ടിൻ്റെ ഒരു കോർണറിലേക്ക് മാറി നിന്ന്, കാരണം റസൂൽ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ ആ വീടിൻ്റെ ഒരു കോർണറിലേക്ക് മാറി നിന്ന് അള്ളാഹുവിനോട്, അള്ളാഹുവേ, എൻ്റെ ഈ വിഷയം, എൻ്റെ ഈ സങ്കടം ഞാൻ നിന്നോട് പറയുന്നു റബ്ബേ. ഇഷ്തക യഷ്തകി ഇഷ്തികാൻ, ഇഷ്തക യഷ്തകി ഇഷ്തികാൻ, ഷിക്വ പറയുക, ആവലാതി ബോധിപ്പിക്കുക, അതിനാണ് ഇഷ്തക്ക എന്ന് പറയുക. ഷിക്വ എന്ന് പറഞ്ഞാൽ ആവലാതി, ആവലാതി ബോധിപ്പിക്കുകയാണ്. വതഷ്തകീ ഇലല്ലാഹ്, അള്ളാഹുവിനോട് ആവലാതി പറയുന്നു, പ്രവാചകനോട് അതിൻ്റെ ഹുക്മിനെ ചോദിക്കുകയും ചെയ്യുന്നു. വല്ലാഹു യസ്മഉ, അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുന്നു. സമിഅ യസ്മഉ, അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുന്നു. തഹാവുറക്കുമ, നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം. അപ്പോൾ ഇവിടെ മുജാദല കൊണ്ട് ഉദ്ദേശിച്ചത് സംഭാഷണമാണ്, തഹാവുറാണ്. തഹാവറ യതഹാവറു തഹാവുറൻ. തഹാവറ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുക. തഹാവറ യതഹാവറു തഹാവുറൻ. വല്ലാഹു യസ്മഉ തഹാവുറക്കുമ, നിങ്ങൾ രണ്ടുപേരുടെയും ആ സംഭാഷണം അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഉൻ, എല്ലാം കേൾക്കുന്നവനാണ്. ബസീറുൻ, എല്ലാം കാണുന്നവനാണ്. സമീഅ എന്ന് പറഞ്ഞാൽ സമീഅ അതിൻ്റെ ഫായിലാണ്, സമീഅ അതിൻ്റെ മുബാലഗത്തിൻ്റെ വസനാണ്. സാമിഅ സമീഅ, എല്ലാം കേൾക്കുന്നവൻ. ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ. ബസറ യബ്സുറു, കാണുക. ബസറൻ കാണൽ, ബസീർ കാണുന്നവൻ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. വസിഅ സമഉൽ അസ്വാത്ത്, അവൻ്റെ കേൾവി എല്ലാ ശബ്ദങ്ങളെയും വിശാലമായിരിക്കുന്നു. കാരണം ലഖദ് ജാഅത്തിൽ മുജാദിലത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ മുജാദിലത്തായ സ്ത്രീ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വന്നു. വ അന ഫീ നാഹിയത്തിൽ ബൈത്തി, ഞാൻ വീടിൻ്റെ ഒരു കോർണറിലായിരുന്നു. ചില റിവായത്തിലുണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ തലമുടിയുടെ ഒരു ഭാഗം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, തല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു വീടിൻ്റെ ഒരു കോർണറിൽ നിന്ന്.
അപ്പം നബിയും ഈ സ്ത്രീയും മറ്റൊരു കോർണറിലാണ്. അപ്പോൾ തഷ്കൂ സൗജഹ മാ അസ്മഉ മാ തഖൂൽ, ഭർത്താവിനെക്കുറിച്ച് എന്തോ പറയാണ്, പക്ഷേ കംപ്ലീറ്റ് എന്താണെന്ന് ഞാൻ കേൾക്കുന്നില്ല. സെയിം വീട്ടിലാണുള്ളത്, ഞാൻ വീടിൻ്റെ ഒരു കോർണറിൽ, പ്രവാചകൻ മറ്റൊരു കോർണറിൽ, ഈ സ്ത്രീ സംസാരിക്കുന്നത് ആ വീട്ടിലുള്ള ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ അള്ളാഹു 7 ആകാശങ്ങൾക്ക് മേലെ നിന്ന് അത് കേൾക്കുകയാണ്. ഫഅൻസലല്ലാഹു അസ്സ വജൽ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ കേൾവിയുടെ ആ അപാരതയും വിശാലതയും, മറ്റൊരു റിവായത്തിലുള്ളത് തബാറകല്ലദീ വസിഅ സമഉഹുൽ അസ്വാത കുല്ലഹാ. ഇത് സ്വഹീഹായ റിവായത്താണ്, സ്വഹീഹായ റിവായത്തുകളാണ്. എല്ലാ ശബ്ദങ്ങളെയും കേൾക്കുന്ന റഹ്മാനായ റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഇന്നൽ മർഅത ലതുനാജി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മഉ ബഅദ കലാമിഹ. ആ സ്ത്രീ നബിയോട് സംസാരിക്കുകയാണ്, ചിലത് ഞാൻ കേൾക്കുന്നുണ്ട്. വയഖ്ഫ അലയ്യ ബഅദു കലാമിഹ, എന്നാൽ അവൾ പറയുന്ന ചിലത് ഞാൻ കേൾക്കുന്നില്ല, ചിലത് ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ ഇത് അൻസലല്ലാഹ് ഖദ് സമി അല്ലാഹ്, അള്ളാഹു കേൾക്കുന്നുണ്ട്. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവിയുടെ വിശാലതയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ അള്ളാഹു ആ നിലക്ക് അവസാനിപ്പിച്ചത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു സമീഉം ബസീർ, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, ആ സ്ത്രീയുടെ അഖീദയിലെ തൗഹീദിലെ അറിവ് നോക്കൂ. എന്താണ്? അല്ലത്തി തുജാദിലുക ഫീ സൗജിഹ. നബിയോട് അവരെന്താ ചെയ്യുന്നത്? മുജാദലയാണ് നടത്തുന്നത്. എന്നാൽ ശിക്വ ആരോടാണ്? വതശ്തകി ഇലല്ലാഹ്, പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അവരെന്തേ വിചാരിക്കുന്നുള്ളൂ? ഈ വിഷയത്തിലെ ഹുക്മ് നബി പറഞ്ഞു കൊടുക്കണം. കാരണം നബി അള്ളാഹു പറഞ്ഞയച്ച റസൂലാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ആ വിഷയത്തിലെ വിധി റസൂല് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ലാഹിറായ വിധിയാണ് നബിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ വിധിയുടെ അസ്ല് അവരെവിടെ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിൽ നിന്ന്. നബിയിൽ നിന്ന് ബയാനാണ് ഉദ്ദേശിക്കുന്നത്, അത് വിശദീകരണമാണ് നബിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ തൻ്റെ സങ്കടങ്ങൾ പറയേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. വതശ്തകി ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് തൻ്റെ ശിക്വ, നബിയോടല്ല. നബിയോട് പ്രാർത്ഥനയില്ല, നബിയോട് ഹുക്കുമ് ചോദിക്കും, പക്ഷെ നബിയോട് എന്തില്ല? പ്രാർത്ഥനയില്ല. ശിക്വ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ തൻ്റെ വിഷമം പറയുമ്പോൾ ആ ശിക്വ, ആ ആവലാതി അള്ളാഹു കേൾക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് പരിഹാരം നൽകുകയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ കഴിയാത്തതാണത്. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരമുള്ളതായി എനിക്കറിയില്ല. നിലവിലെ നിയമമനുസരിച്ച് നീ അവർക്ക് നിഷിദ്ധമായിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മതപരമായ ഒരു ഹുക്മുണ്ടാക്കാൻ റസൂലുള്ളാഹ്ക്ക് പോലും സാധ്യമല്ല. ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ കാരുണ്യമുള്ള ആളാണ്. ആര്? അള്ളാഹുവിൻ്റെ റസൂൽ. തൻ്റെ ഉമ്മത്ത് വിഷമിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് പരമദയാലുവും വളരെ വലിയ കാരുണ്യവുമുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ജനങ്ങൾക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നബിയെ നിയോഗിച്ചിട്ടില്ല. ഈ റഹ്മത്തൊക്കെ ഉള്ള പ്രവാചകൻ്റെ അടുത്ത് വന്ന് വാർദ്ധക്യമുള്ള ഒരു സ്ത്രീ പറയുന്നത് എന്താണ്? എനിക്ക് വാർദ്ധക്യമാണ്, എന്നെ നോക്കാൻ മക്കളില്ല, എനിക്ക് ഈ ഭർത്താവേ ഉള്ളൂ, ആ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അലിയാതിരിക്കുമോ? പക്ഷേ മതപരമായ വിഷയത്തിൽ പ്രവാചകന് ഹുക്മില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. എന്നിരിക്കെ നബി അല്ലാത്ത ആളുകളുടെ കാര്യം പിന്നെ എന്ത് പറയാനാണ്? ഓരോ ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ പലരും അവരുടെ വക ഫത്വയാണ്. എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ നിർവാഹമില്ല, സങ്കടങ്ങൾ, എന്നാൽ നിങ്ങൾക്ക് അനുവദനീയാണ്, നിങ്ങൾക്ക് ലോൺ എടുക്കാം. അങ്ങനെ ആളുകൾക്കനുസരിച്ച് ഫത്വ കൊടുക്കുകയാണ്. ദലീലുകൾ നോക്കുന്നില്ല. ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് മതം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. മഅദല്ലാഹ്, എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത്രയൊക്കെ റഹ്മത്തുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം വക ഹുക്മ് പറയൂല. അള്ളാഹുവിൻ്റെ വഹയില്ലാതെ മതത്തിൽ സംസാരിക്കാനേ പാടില്ല.
നബിയെ ജനങ്ങളോട് പറയണം, മാ അകൂനുലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. എനിക്ക് അല്ലാഹു നൽകുന്ന വഹീനെ ഫോളോ ചെയ്യുകയല്ലാതെ എൻ്റെ വക സ്വന്തം എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എനിക്ക് പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിന് പോലും ഈ മതത്തിൽ സ്വന്തമായൊരു നിയമം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അറിവ് വെച്ച് പറഞ്ഞു. ഈ സ്ത്രീയാകട്ടെ തൻ്റെ സങ്കടങ്ങൾ ആരോട് പറഞ്ഞു? അള്ളാഹുവിനോട് പറഞ്ഞു. വതഷ്തകി ഇലല്ലാഹ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേട്ടിരിക്കുന്നു എന്നാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അതിനുള്ള പരിഹാരം വരികയാണ്. രണ്ടാമത്തെ ആയത്ത് നോക്കൂ. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. الذين യാതൊരു കൂട്ടർ യുലാഹിറൂന മിൻകും മിൻ നിസാഇഹിം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്ത്രീകളോട് ലിഹാറു പറയുന്ന ആളുകൾ. ലാഹറ യുലാഹിറു മുലാഹറ. നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ് എന്നതാണ് ഇവിടെ ഉദ്ദേശം. അൻതി അലയ്യ കലഹരി ഉമ്മി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലിഹാറ് നടത്തുന്നവർ, അതാണ് യുലാഹിറു എന്ന് പറഞ്ഞാൽ ലിഹാറ് നടത്തുന്നവർ. മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലിഹാറ് നടത്തുന്നവർ. ആരെ? മിൻ നിസാഇഹിം അവരുടെ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യമാരെ. മാ ഹുന്ന അവർ അല്ല, ഉമ്മഹാത്തിഹിം ഇവരുടെ ഉമ്മമാരല്ല. ഉമ്മൻ്റെ ജംആണ് ഉമ്മഹാത്ത്. ഇവർ നിങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുടെ ഉമ്മമാരല്ല, ഭാര്യമാരാണ്, ഉമ്മമാരല്ല. ഇൻ ഉമ്മഹാത്തുഹും അവരുടെ ഉമ്മമാർ അല്ല, ഇല്ലല്ലായി യാതൊരു കൂട്ടരൊഴികെ. ആരാണ് ഉമ്മമാർ? വലദനഹും അവരെ ജനിപ്പിച്ചവരാണ്, പ്രസവിച്ചതാരാണോ അവരാണ് ഉമ്മമാർ. വലദ യലിദു വിലാദത്തൻ. വലദ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക. അപ്പോൾ ഉമ്മമാരെന്ന് പറഞ്ഞാൽ പ്രസവിച്ചവർക്കാണ് പറയുക. ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി വലദനഹും ഇവർക്ക് ജന്മം നൽകിയ അവരെ പ്രസവിച്ചവരാണ് ഉമ്മമാർ, അല്ലാതെ അവരുടെ ഭാര്യമാർ ഉമ്മമാരല്ല. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വ ഇന്നഹും നിശ്ചയം അവർ ലയഖൂലൂന ഖാല യഖൂലു ഖൗലൻ അവർ പറയുന്നത് മുൻകറ വെറുക്കപ്പെട്ട ഒരു വാക്കാണ്. മുൻകറൻ, മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത്. മിനൽ ഖൗലി വാക്കുകളിൽ വെച്ച് വെറുക്കപ്പെട്ടൊരു വാക്കാണ് അവർ പറയുന്നത്. വസൂറൻ മാത്രമല്ല അത് കളവുമാണ്. അത് കളവാണല്ലോ, അത് സത്യമല്ല, അത് കളവുമാണ്. അതോടൊപ്പം അത് വെറുക്കപ്പെട്ടൊരു കാര്യമാണ്. വ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅഫുവുൻ വിട്ടുവീഴ്ച നൽകുന്നവനാണ്. അഫാ യഅഫു അഫുവൻ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച നൽകുക. ഗഫൂറുൻ പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു. അള്ളാഹു വിട്ടുവീഴ്ച കാണിക്കുന്നവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയതിനെ നിങ്ങൾ തിരുത്തുക, തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. എങ്കിൽ അള്ളാഹു മാപ്പ് നൽകും. ഇത്തരത്തിലുള്ള മുൻകറായ കൗല്, വെറുക്കപ്പെട്ട കൗല്, കളവുകൾ നിങ്ങൾ ഒരിക്കലും പറയുവാൻ പാടില്ലാത്തതാകുന്നു. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലെ ലിഹാറിനെ വളരെ വ്യക്തമായി നിരോധിച്ചുകൊണ്ട്, അത്തരമൊരു നിയമമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആയത്താണ് ഈ ആയത്ത്. അല്ലദീന യുലാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാത്തിഹിം. എനിക്ക് ഉമ്മമാരെ പോലെയാണ് എന്ന് ഭർത്താക്കന്മാർ പറഞ്ഞാൽ അത് ഗൗരവമുള്ളൊരു വിഷയമാണ്.
നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരും തൻ്റെ ഉമ്മയുമായി ജിമാ നടത്തുകയില്ല, അല്ലെങ്കിൽ നിക്കാഹ് നടത്തുകയില്ല. അതുകൊണ്ടാണ് മുൻകറൻ മിനൽ കൗലുകളിൽ വെച്ച് വെറുക്കപ്പെട്ടതാണത്. വസൂറൻ, വമ്പിച്ച കളവുമാണത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. മാത്രമല്ല അവിടെ ഒരു തത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലായി വലദനഹും. നിങ്ങളുടെ ഉമ്മമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രസവിച്ചവരാകുന്നു, അവർക്കാണ് ഉമ്മമാരെന്ന് പറയും. അല്ലാത്തത് വെറും വാക്ക് മാത്രമാണ്. ഇല്ല, ഒരു കേസിലൊഴികെ. ഏതാണ് ആ കേസ്? ഒരു കേസിൽ പ്രസവിക്കാത്തവരും ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെക്കുറിച്ച് അസ്വാജുഹു ഉമ്മഹാതുഹും, നബിയുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണ്. അപ്പോൾ അവിടെയുള്ള മഖ്സദ് വേറെയാണ്, അവിടെ അത് പറഞ്ഞതിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഇവിടെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞത് തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ അതാകട്ടെ അങ്ങനെ കരുതുന്നതിൽ വിരോധം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവരെ പിന്നാരും വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊരു തത്വം അതിലുണ്ട്. അതേ സമയത്ത് മഹ്റമിയത്ത് വരുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു സ്ത്രീക്ക് തൻ്റെ മകൻ്റെ കൂടെ യാത്ര ചെയ്യാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് അവരുടേതായ ശരിക്കുള്ള മക്കളോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നബിയുടെ കൂടെയല്ലാതെ ഈ ഉമ്മത്തിന് ഞങ്ങൾ ഉമ്മമാരായതുകൊണ്ട് അവരുടെ കൂടെ എല്ലാം യാത്ര ചെയ്യാമെന്നാണോ? ഇല്ല. മറിച്ച് ഇത് പരിഗണനയിലും അതേപോലെ തന്നെ തഅദീമിലും ആദരവിലും മാത്രമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിന് ബൗണ്ടറി ഇല്ല. അപ്പോൾ ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട ഒരു ബൗണ്ടറി ഉണ്ട്, അവിടെ നിന്നുകൊണ്ടേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അസ്ഥാനത്തുള്ള അത്തരം പ്രയോഗങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കും. സൂറത്തുൽ അഹ്സാബിലും കാണാം. സൂറത്തുൽ അഹ്സാബിൽ ദത്തുപുത്രന്മാരെ പുത്രന്മാരെന്ന് വിളിക്കുന്ന കാര്യത്തെ അള്ളാഹു എന്ത് ചെയ്തു? നിരോധിച്ചു, ഹറാമാക്കി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ സ്വന്തം മകനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മകനല്ലാത്തൊരാൾ മകനായി മാറുകയില്ല. ഉമ്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മയല്ലാത്ത ഒരാൾ ഉമ്മയായി മാറുകയുമില്ല. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൗലി മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. ഒരാളുടെ ഹൃദയത്തിൽ ഉള്ളിലും അള്ളാഹു രണ്ട് കൽബ് ഇട്ടിട്ടില്ല. ഒരാളെ നെഞ്ചിനുള്ളിലും രണ്ട് കൽബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടിട്ടില്ല. വമാ ജഅല അസ്വാജകും അല്ലാഇ തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും ദാലികും ഖൗലുകും ബിഅഫ്വാഹികും വല്ലാഹു യഖൂലുൽ ഹഖ്ഖ വഹുവ യഹ്ദിസ് സബീൽ. നിങ്ങൾ ലിഹാർ ചെയ്യുന്ന നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരുമല്ല, നിങ്ങൾ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റുന്നവർ നിങ്ങളുടെ മക്കളുമല്ല. അള്ളാഹു പറഞ്ഞു, ആ ദാലിക ഖൗലുകും ബിഅഫ്വാഹികും, അതും വായ കൊണ്ടുള്ളൊരു വർത്തമാനം മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേർഡുകൾ ഉപയോഗിക്കുന്നതിനെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് കസിൻ ബ്രദേഴ്സ് ആൻഡ് കസിൻ സിസ്റ്റേഴ്സ്. അവർ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സുമാണ്, ഒറിജിനൽ ബ്രദേഴ്സും ഒറിജിനൽ സിസ്റ്റേഴ്സുമല്ല. എന്ന് പറഞ്ഞാൽ മഹറമിയത്തിൽ അവർക്ക് അവരെ കല്യാണം കഴിക്കാവുന്നത് കൊണ്ട് തന്നെ അവർ ഇവരുടെ ഇടയിൽ എന്ത് ചെയ്യണം? ഹിജാബ് ധരിക്കണം. അവർക്ക് കൈ കൊടുക്കാൻ പാടില്ല, അവരുമായി ഒറ്റക്കാവാൻ പാടില്ല, അവരുമായി ബൈക്കിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഇത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഒരു അന്യപുരുഷനാണവർ, അജ്നബിയാണ്. ഇപ്പോൾ കുടുംബക്കാരല്ലേ? ഇസ്ലാം പറയുന്ന അന്യൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരല്ലാതെ ഏതോ നാട്ടിലുള്ള ആൾ എന്ന അർത്ഥത്തിലല്ല. മഹറമല്ലാത്തവരെ ഉപയോഗിക്കുന്ന വേർഡാണെന്ത്? അജ്നബി. അതല്ലാതെ അത് കുടുംബബന്ധം മുറിക്കുന്നതോ കുടുംബക്കാരല്ല എന്ന് പ്രഖ്യാപിക്കുന്നതോ ആയ വാക്കല്ല. എന്നാൽ ചില ആളുകൾ തന്ത്രം പ്രയോഗിച്ചിട്ട് എന്ത് പറയുന്നു? ഇതെൻ്റെ പെങ്ങളാണ്, ഇതിൻ്റെ ആങ്ങളെയാണ്. ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും, അത് വായ കൊണ്ടുള്ളൊരു വർത്തമാനം മാത്രമാണ്. അള്ളാഹു അവർ തമ്മിൽ ആ നിലക്കുള്ള ബന്ധം അനുവദിച്ചിട്ടില്ല. അവരെ സ്പർശിക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ അവരുടെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ
അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലായി വലദനഹും. നിങ്ങളുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രസവിച്ചവർ മാത്രമാണ്, അല്ലാത്തവർ ഉമ്മമാരല്ല. വ ഇന്നഹും ലയഖൂലൂന മുൻകറം മിനൽ ഖൗലി വസൂറ. നിങ്ങളുടെ വാക്കുകൾ അതിൽ കളവുമുണ്ട് വെറുക്കപ്പെട്ടതുമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത സംസ്കാരങ്ങളിലും ആചാരങ്ങളിലും യുക്തിക്ക് നിരക്കാത്തതും മോശമായതുമായ കാര്യങ്ങളാണ് ഉണ്ടാവുക. കാരണം മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കിയാലുള്ള അവസ്ഥയാണത്. കാരണം മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് വരുന്ന ആചാരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അതിൽ അയുക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലാഹി വലദനഹും. അതുകൊണ്ട് തന്നെ അത്തരം പ്രയോഗത്തിൽ എന്തില്ല, അർത്ഥമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കേണ്ടത്. വ ഇന്നല്ലാഹ ലഅഫൂവുൻ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂവാണ്, ഗഫൂറാണ്, മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാണ്. അതുകൊണ്ട് ആരിൽ നിന്നെങ്കിലും ഈ രൂപത്തിലുള്ള വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങട്ടെ, ഖേദിച്ചു മടങ്ങട്ടെ. കഴിഞ്ഞു പോയത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുന്നതാണ്. എന്നാൽ ഇനി ളിഹാർ എന്ന സമ്പ്രദായം ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ചില ഉലമാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉദ്ദേശം അഥവാ നല്ല ഉദ്ദേശത്തിൽ ഇവിടെ നീ എനിക്കെൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറയുന്നത് ദേഷ്യം പിടിച്ചിട്ടും വെറുത്തിട്ടും ഉപേക്ഷിക്കാൻ വേണ്ടി പറയലാണ്. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഭാര്യമാരെ മകൾ, അതേപോലെ തന്നെ സഹോദരി എന്ന് വിളിക്കൽ അത് ഒഴിവാക്കലാണ് ഖൈർ എന്ന് ഉലമാക്കൾ പറയുന്നു. ഇമാം അബൂദാവൂദ് റഹിമഹുള്ളയുടെ സുനനിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു റിവായത്തിൽ, ആ റിവായത്ത് ദുർബലമാണ്, ആ ഹദീസ് ദുർബലമാണ്. പക്ഷേ അതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഭർത്താവ് തൻ്റെ ഭാര്യയെ എൻ്റെ സഹോദരി എന്ന് വിളിക്കുന്നത് കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അഹിയ ഉഖ്തുക്, നിൻ്റെ സഹോദരിയാണോ അത്? അല്ല, ഭാര്യയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തത്വപ്രകാരം ഒരു സഹോദരി ആരും നിക്കാഹ് ചെയ്യൂല, മകളെ ആരും നിക്കാഹ് ചെയ്യൂല. എങ്കിൽ പിന്നെ ഭാര്യയെ, സഹോദരിയെ, മകളെ, മോളെ എന്നൊക്കെ വിളിക്കൽ നാട്ടുനടപ്പനുസരിച്ച് പലരും ചെയ്യാറുണ്ടെങ്കിലും അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതിലാണ് ഖൈറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹറാം അതിലില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നല്ലതല്ല, ലാ യംബഗി, അനുയോജ്യമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ധാരാളമായി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത്തരം വാക്കുകൾ നാം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതിലാണ് ഖൈറുള്ളത്. മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലൂ فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. والذين يظاهرون من نسائهم, ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ളിഹാറ് നടത്തുകയും അല്ലെങ്കിൽ അങ്ങനെ നടത്തിയവർ, നടത്തുന്നവർ, സുമ്മ യഊദൂന, പിന്നെ അവർ മടങ്ങുന്നു. ആദ യഊദു ഔദൻ, മടങ്ങുക. ആദ യഊദു ഔദൻ വഇയാദൻ സുമ്മ യഊദൂന, പിന്നെ അവർ മടങ്ങുന്നു. ലിമാ ഖാലു, അവർ പറഞ്ഞതിലേക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ. ദിഹാറ് ചെയ്തു, പക്ഷേ പിന്നെ അത് ഖേദമായി തോന്നി വീണ്ടും അവരുടെ കൂടെ ജീവിക്കാൻ. ആ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞതിൽ നിന്ന് മടങ്ങുക.
എന്നിട്ട് നേരത്തെയുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫതഹരീറു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കണം. ഹററ യുഹരിറു തഹരീറ. ഫതഹരീറു റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കണം. മിൻ ഖബ്ലി, മുമ്പ്. എന്തിനു മുമ്പ്? അയ്യതമാസ, അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ്. തമാസ യതമാസു തമാസൻ, സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യണം? ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാണ്. ദാലികും തൂഅദൂന ബിഹി, ഇത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന വഅളാകുന്നു, ഉപദേശമാകുന്നു. വഅള യഇളു വഅളൻ, വഅള എന്ന് പറഞ്ഞാൽ ഉപദേശം, യഇളു ഉപദേശിക്കുക, യുഅളു എന്ന് പറഞ്ഞാൽ ഉപദേശിക്കപ്പെടുക. തൂഅളൂൻ, നിങ്ങൾ ഉപദേശിക്കപ്പെടുന്നു. ദാലികും തൂഅളൂന ബിഹി, ഇത് നിങ്ങൾ ഉപദേശിക്കപ്പെടുന്ന ഉപദേശമാകുന്നു, വഅളാകുന്നു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ, അവൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ളിഹാർ ചെയ്യുക എന്നുള്ളത് ത്വലാഖിന് പകരമായി അക്കാലഘട്ടത്തിൽ നടന്നു വന്നിരുന്നൊരു കാര്യമായിരുന്നു. അതിനെ ഇസ്ലാം നിഷിദ്ധമാക്കിയതോടുകൂടി ഇത് ത്വലാഖിൻ്റെ പരിധിയിൽ വരുന്നതല്ല. എന്നാൽ ത്വലാഖിൻ്റെ പരിധിയിൽ വരുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഭർത്താവ് അവരെ തിരിച്ചെടുത്താലും അത് ഒരു ത്വലാഖായി പരിഗണിക്കും. ആ ഭാര്യയുടെ കൂടെ തന്നെ അവൾ മറ്റൊരു വിവാഹം കഴിക്കാതെ അവളെ തിരിച്ചെടുക്കാനുള്ള ത്വലാഖ് എത്രയോ പാടുള്ളൂ? 2 എണ്ണമേ ഉള്ളൂ. മൂന്നാമത്തത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പോൾ ഒരു ഭർത്താവ് ദേഷ്യം പിടിച്ചോ അല്ലാതെയോ തൻ്റെ ഭാര്യയോട് ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തു ചെയ്യും? ത്വലാഖ് സംഭവിക്കും. പിന്നെ തിരിച്ചെടുത്താലും ഒരു ത്വലാഖ് അയാളുടെ ലൈഫിൽ കഴിഞ്ഞു. ഇനി തിരിച്ചെടുക്കാവുന്ന ത്വലാഖ് ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ. എന്നാൽ ളിഹാറിൻ്റെ കേസിൽ അത് വരുന്നില്ല. ഇവിടെ ത്വലാഖിൻ്റെ നിയമം പറയല്ല ഞാൻ, ളിഹാറിൻ്റെ കേസിൽ അത് വരുന്നില്ല. ളിഹാർ എന്നുള്ളത് ഹറാമായൊരു കാര്യമാണ്. ചെയ്താൽ അതിന് ഈ പ്രായച്ചിത്തം ചെയ്താൽ മതി. അതിനെ ത്വലാഖിലേക്ക് എന്ത് ചെയ്യൂല? എണ്ണുകയില്ല. പോയിൻ്റ് മനസ്സിലായില്ലേ? അതിനെ ത്വലാഖിലേക്ക് എണ്ണുകയില്ല. മറിച്ച് അത് ളിഹാർ വേറെ തന്നെയാണ്. അതിന് ഈ ഒരു പ്രായച്ചിത്തം ചെയ്യുക. പ്രായച്ചിത്തമാകട്ടെ ഗലീളാണ് എന്ന് പറഞ്ഞാൽ ഇന്നഹും ലയഖൂലൂന മുൻകറം മിനൽ ഖൗലി വസൂറ, വളരെ മോശമായ വാക്കാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധങ്ങളുടെ വിച്ഛേദനവുമായി ബന്ധപ്പെട്ട സംസാരങ്ങളെ ഇസ്ലാം ഗൗരവത്തിൽ കാണുന്നു. തമാശ പോലും പാടില്ല. ഒരാൾ തമാശക്ക് പറയാണ് എന്ത്? ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. അവിടെ ത്വലാഖ് സംഭവിക്കും. പിന്നെ അയാൾ ഇദ്ദാ കാലഘട്ടത്തിൽ തിരിച്ചെടുക്കണം. ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇദ്ദാ കാലം കഴിഞ്ഞാൽ ഈ സ്ത്രീ ആ വ്യക്തിക്ക് അന്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യത്തിൽ തമാശ പാടില്ല. 3 കാര്യത്തിൽ തമാശ പാടില്ല. ഏതൊക്കെ? 1 നിക്കാഹ്, 2 ത്വലാഖ്, 3 റുജ്അത്ത് തിരിച്ചെടുക്കൽ. ഇതിൽ തമാശ പറയാൻ പാടില്ല. അതിലെ തമാശയും ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുന്ന, അതിലെ തമാശയും കാര്യമാണ്, കാര്യവും കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തമാശ എന്ന് പറഞ്ഞൊരു വകുപ്പില്ല. ഒരിക്കലും പറയാൻ പാടില്ല. സുഹൃത്തിനോട് പറയാൻ പോലും പാടില്ല എന്നാണ്, ഞാൻ അവളെ ത്വലാഖില്ലേ. വെറുതെ തമാശ പറയുമ്പോൾ, ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവളെ ത്വലാഖ് ചൊല്ലി പറയാൻ പാടില്ല. അറിവില്ലാതെ ചെയ്തു പോയത് തൗബ ചെയ്യുക വളരെ ഗൗരവമുള്ള വാക്കാണ്. അത്തരത്തിലുള്ള വാക്കുകൾ പാടില്ല. കാരണം അള്ളാഹു അത്രയും പവിത്രമായ ബന്ധമായിട്ടും മീസാഖുൻ ഖലീലായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിഷയത്തിലും. വെറുതെ സുഹൃത്തുക്കളാണ്, അപ്പോൾ പറയാണ് എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു. അത് പറയാൻ പാടില്ല. കാരണം നിക്കാഹിൽ തമാശല്ല, നിക്കാഹിൽ കാര്യം മാത്രമേ ഉള്ളൂ.
വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് കടുത്ത പ്രായച്ചിത്തമാണ് നിശ്ചയിച്ചത്. അതിലാദ്യം തന്നെ പറഞ്ഞെന്താണ്? ഫതഹരീറു റഖബത്തിൻ, ഒരടിമയെ മോചിപ്പിക്കണം. ഒരടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക ചെലവുള്ള പ്രായച്ചിത്തമാണ്. നല്ല പൈസ ഇറക്കണം. അടിമയെ മോചിപ്പിക്കാൻ നല്ല പൈസ ഇറക്കണം. മാത്രമല്ല അടിമയെ വാങ്ങുന്നത് പോലെയല്ല മോചിപ്പിക്കുമ്പോൾ വാങ്ങുന്ന പൈസ. ഒരാളൊരടിമയെ മോചിപ്പിക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ മുതലാളി പൈസ കൂട്ടി പറയും. അതുകൊണ്ട് തന്നെ നല്ല വില കൊടുത്താലേ അടിമകളെ മോചിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, ഫതഹരീറു റഖബത്തിൻ, ഒരടിമയെ മോചിപ്പിക്കണം. മിൻ ഖബ്ലി അൻ യതമാസ്സ, അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ്. എന്താണ് ഇവിടെ സ്പർശനം കൊണ്ടുള്ള ഉദ്ദേശം? ചിലർ പറഞ്ഞു അത് പരിപൂർണമായ ശാരീരിക ബന്ധത്തിലേർപ്പെടലാണ്. എന്നാൽ അതല്ലാതെ അവരുടെ അടുത്തിരിക്കുന്നതിനോ അവരെ തൊടുന്നതിനോ വിരോധമില്ല. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതല്ല, ഇവിടെ സ്പർശനം തന്നെ പാടില്ല. കാരണം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു നിയ്യത്തോടു കൂടിയുള്ള തൊടലും അടുത്തിരിക്കലും ഒന്നും പിന്നെ ഈ പ്രായച്ചിത്തം കഴിഞ്ഞിട്ടല്ലാതെ പാടില്ല. അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. അല്ലാഹു അലം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലികും തുഅദൂന ബിഹി, ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഉപദേശങ്ങളാണ്. തെറ്റായ സമീപനം വിശ്വാസികളിൽ നിന്നുണ്ടാകുമ്പോൾ അല്ലാഹു ഖുർആനിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യഅദുകുമുല്ലാഹ്, ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വഅളാണ്, ഉപദേശമാണ്. റഹ്മാനായ റബ്ബ് ഖുർആനിനെ കുറിച്ച് തന്നെ പറഞ്ഞത് മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മൗഇളത്താണ്, നല്ല നല്ല ഉപദേശങ്ങളാണ്. അപ്പോൾ വിശ്വാസികൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അവരുടെ വാക്കുകളും സംസ്കാരവും പ്രവർത്തനവും ചടങ്ങുകളും ആചാരങ്ങളും എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. റഹ്മാനായ റബ്ബ് ഓരോ വിഷയത്തിലും മനുഷ്യർക്ക് അബദ്ധം പറ്റുമ്പോൾ വഹയിലൂടെ അവരെ തിരുത്തുന്നു. അതാണ് ദാലികും തുഅദൂന ബിഹി, ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അത് വളരെ ശ്രദ്ധേയമായൊരു അവസാനിപ്പിക്കലാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതും പറയുന്നതുമൊക്കെ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയോട് പറയുന്നത്, നിങ്ങൾ ബെഡ്റൂമിൽ വെച്ചാണ് അവളോട് പറയുന്നത്, പക്ഷേ അല്ലാഹു അത് കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള, കാരണം ഇതിൻ്റെ പശ്ചാത്തലം അതാണല്ലോ. അതുകൊണ്ട് തന്നെ ഭർത്താവ് ഭാര്യയോടുള്ള പെരുമാറ്റം, അവളോട് സംസാരിക്കുന്നത് അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഭാര്യയുടെ സംസാരം, അവൾ തിരിച്ചു പറയുന്നത് അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ പഠിപ്പിച്ച ആചാരമര്യാദകളെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.